ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഓൺ എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തെത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓൺ എക്സാമിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിനെങ്ങനെയുള്ള ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്, ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഒന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അതനുസരിച്ച് പഠിക്കാമായിരുന്നു എന്നുള്ള കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഓൺ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. മുൻ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിസ്സിന്റെ പേര് അഭിരാമി എന്നാണ്, നിങ്ങളുടെ സ്വന്തം അഭിമിസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളോട് ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താടാ, വിവരിച്ചെഴുതുക. അതായത് നമുക്കൊരു പിക്ചർ തരും. ചിലപ്പോൾ നമ്മൾ പഠിച്ച ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും. അപ്പൊ ആ പിക്ചറിൽ എന്താണ് കാണുന്നത് എന്ന് നിങ്ങൾ വിവരിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കും നമ്മളോട് എക്സാമിന് ചോദിക്കുക. സോ നമ്മുടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പേപ്പർ ബോട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാണ് അല്ലെ. അപ്പൊ ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ പിക്ചർ നോക്കിക്കേ. ആദ്യം തന്നെ നമ്മളോട് ഏത് പിക്ചറാണോ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ആ പിക്ചർ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുക. അതിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമുക്ക് വിവരിച്ച് നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ബോട്ട് കാണാം അല്ലെ. ഒരു സ്ട്രീമിലൂടെ, ഒരു അരുവിയിലൂടെ ഒരു ബിഗ് ബോട്ട് പോകുന്നത് നിങ്ങൾ കാണാം. ഈ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് നിങ്ങൾ കാണാം അല്ലെ. വളരെ ഹാപ്പി ആയിട്ട് ഒരു പെൺകുട്ടി ഈ ബോട്ടിൽ ഇരിപ്പുണ്ട്. മാത്രമല്ല ഈ സൈഡിൽ നോക്കിക്കേടാ, ഇവിടെ ഒരു ഫിഷ് നമുക്ക് കാണാം അല്ലെ. ഇവിടെ ഒരു മത്സ്യമുണ്ട്, ഇവിടെ ഒരു ടോർട്ടോയ്സ് ഉണ്ട്, ഒരു ആമയുണ്ട് അല്ലെ. പിന്നെ നമുക്ക് ഇവിടെ മൗണ്ടെയിൻസ് കാണാം, ഇവിടെ രണ്ട് വീടുകൾ കാണാം, കുറച്ച് മരങ്ങൾ കാണാം. ഇനി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ, ക്ലൗഡ്സ് കാണാം അല്ലെ, ആകാശം കാണാം. പിന്നെ ഇവിടെ സൂര്യനെ കാണാം അല്ലെ. നല്ല ഹാപ്പി ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സണ്ണിനെ കാണാം. അപ്പൊ ഈ ഒരു പിക്ചറിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇതേപോലെ തന്നെ നമ്മളോടൊരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചാൽ ആ പിക്ചർ ആദ്യം തന്നെ നിങ്ങളെ നോക്കി മനസ്സിലാക്കുക, അതിൽ എന്തൊക്കെയാണുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ കണ്ട ഓരോ കാര്യങ്ങളും നിങ്ങൾ വേർഡ്സിലേക്ക് പകർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഇനി ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റുന്നതാണ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, അല്ലാന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ മീനിങ് ഫുൾ പിക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷന്റെ തുടക്കത്തിൽ എഴുതാൻ പറ്റും. ഇതൊരു മനോഹരമായിട്ടുള്ള പിക്ചറാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണോ ആ പിക്ചറിൽ കണ്ടത് ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് നമുക്ക് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട്, ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒന്നും ഇല്ലാണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് എഴുതുക നമുക്ക് നോക്കാം അല്ലെ. നോക്കിക്കേടാ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. മിസ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പിക്ചറാണ്. ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ എ ഗേൾ ഓൺ എ ബിഗ് പേപ്പർ ബോട്ട് അല്ലെ. ഇതിൽ നമുക്ക് ഒരു വലിയ പേപ്പർ ബോട്ട് കാണാം. ആ പേപ്പർ ബോട്ടില് ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, റൈഡിങ് ത്രൂ ദ സ്ട്രീം. അരുവിയിലൂടെ ആ പേപ്പർ ബോട്ടിൽ റൈഡ് ചെയ്ത് പോവുകയാണ് അല്ലെ. അപ്പൊ അരുവിയിലൂടെ വലിയൊരു പേപ്പർ ബോട്ടില് ഒരു പെൺകുട്ടി റൈഡ് ചെയ്ത് പോകുന്നത് നമുക്ക് എന്തിൽ കാണാം, ഈ പിക്ചറിൽ കാണാം. There are two houses on the mountains near the banks of the stream അല്ലെ. ബാങ്ക്സ് ഓഫ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ, ഈ അരുവിയുടെ ആ ഒരു തീരത്ത് അല്ലെ, റിവർ ബാങ്ക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിന്റെ തീരത്ത് നമുക്ക് മൗണ്ടെയിൻസ് കാണാം അല്ലെ, മലകൾ കാണാം. ആ മലയുടെ മുകളിൽ എന്തുണ്ട്, വീടുകൾ നമുക്ക് കാണാം. അപ്പൊ അത് നമ്മൾ എഴുതി. സോ there are two houses on the mountains near the banks of the stream. മാത്രമല്ല in the stream we can see a fish and a tortoise അല്ലെ. ഈ സ്ട്രീമിൽ നമുക്ക് എന്തിനെയൊക്കെ കാണാം, മത്സ്യങ്ങളുണ്ട് അല്ലെ, ഫിഷ് ഉണ്ട്, അതുപോലെ തന്നെ ടോർട്ടോയ്സ് ഉണ്ട്, ആമയുണ്ട്. The sky is clear and the sun is shining bright among the clouds അല്ലെ. ക്ലിയർ ആയിട്ടുള്ളൊരു സ്കൈ കാണാം. അതുപോലെ തന്നെ ക്ലൗഡ്സിന്റെ അടിയിൽ നമ്മുടെ നന്നായിട്ട് ഷൈൻ ചെയ്യുന്ന സണ്ണിനെ നമ്മൾ കാണാം. സോ ഓൾ സീംസ് ഹാപ്പി. ഈ ഒരു പിക്ചർ വളരെ ഹാപ്പിയാണ് അല്ലെ. ഈ പിക്ചറിൽ എല്ലാവരും ഭയങ്കര ചിരിച്ച് സന്തോഷിച്ചാണ് ഇരിക്കുന്നത്. സോ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതിയതാ, ഈ കാണുന്ന കാര്യങ്ങളും വേർഡ്സിലേക്ക് എഴുതി കഴിഞ്ഞപ്പോൾ ഈ ഒരു പിക്ചറിന്റെ ഡിസ്ക്രിപ്ഷനായി അല്ലെങ്കിൽ വിവരണമായി. അപ്പൊ ഇതേപോലെ നമ്മളോടൊരു പിക്ചർ തന്നിട്ട് തീർച്ചയായിട്ടും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കാം. അപ്പൊ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിക്ചറിൽ എന്തൊക്കെയാണോ കാണുന്നത് അത് തെറ്റില്ലാണ്ട് വേർഡ്സ് ആയിട്ട് എഴുതുക. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങാം, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലെങ്കിൽ ദിസ് ഇസ് എ മീനിങ് പിക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എന്താണോ ഇവിടെ കാണുന്നത് ആ കാര്യങ്ങൾ മിസ്സിന്റെ കുട്ടികൾ അടിപൊളിയായിട്ട് എഴുതുക. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക കേട്ടോ. ആൻഡ് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ അവൈലബിൾ ആണ്. അത് കറക്റ്റ് ആയിട്ട് മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിട്ട്
നമുക്ക് ഇനിയും കാണാം. അതുവഴി ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.